ഗൾഫ് രാജ്യത്ത് നിന്നൊരു പൗരൻ കേരളത്തിലേക്ക് മടങ്ങി വന്ന് ഒരു ചെറുപ്പക്കാരൻ, ഒരാദർശബോധമുള്ളവൻ ഇവിടേക്ക് തിരിച്ചു വന്ന് വിവാഹം ആലോചിച്ച് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു, വേളി കഴിച്ച് തന്റെ മണിയറയിലേക്ക് കൊണ്ടുവന്നു. 2 മാസം അവർ നല്ല നിലയിൽ ജീവിച്ചു. അസൂയാവഹമായ ദാമ്പത്യം, ഒരിക്കലും തെറ്റാത്ത ദാമ്പത്യം. 2 മാസം കഴിഞ്ഞ് ഗൾഫിലേക്ക് അയാൾ തിരിച്ചുപോയി. സന്തോഷത്തോടെ ഭാര്യ യാത്ര അയച്ചു, കണ്ണീരോടെ യാത്ര അയച്ചു. 10 ദിവസം കഴിഞ്ഞ് ഭർത്താവിന്റെ ഫോണിലേക്ക് ഭാര്യയെ കുറിച്ച് ഒരു വിഷയം പറഞ്ഞുകൊണ്ട് വിളിക്കുന്നു. എന്താ പ്രശ്നം? അവര് പറഞ്ഞു, നിന്റെ ഭാര്യക്ക് ക്യാൻസർ ആണ്. പെട്ടെന്നാണ് മനസ്സിലായത്. 4 സ്റ്റേജും കഴിഞ്ഞു എന്നാ പറയുന്നത്. 2 മാസം നല്ലോണം ജീവിച്ച് 4 സ്റ്റേജും ക്യാൻസർ കഴിഞ്ഞ ഒരു പെണ്ണ്. അപ്പൊ അവന്റെ മാതാപിതാക്കൾ അവനോട് പറയാണ്, ദുബായിലെ ചെറുപ്പക്കാരനോട് പറയാണ്, അവളെ ഒഴിവായിക്കോ. അവളുടെ മാതാപിതാക്കളും പറയാ ഒഴിവായിക്കോ. പിന്നെ ആരാ ഒഴിവാക്കാത്തത്? ഈ ഭാരം എന്തിനു ചുമക്കണം? അടുത്ത ദിവസം മരിച്ചു പോകും. കേരളത്തിലെ ഏറ്റവും അറിയപ്പെട്ട ഡോക്ടറെ കൊണ്ട് ഈ ദുബായിലെ ചെറുപ്പക്കാരനെ വിളിപ്പിക്കാൻ 2 മാസം ഈ പെണ്ണിന്റെ കൂടെ ജീവിച്ച്, ശരീരം പങ്കുവെച്ച്, മനസ്സ് പങ്കുവെച്ച് ജീവിച്ച ആ സംഭവത്തെ ഒഴിവാക്കാൻ. അപ്പൊ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, കേരളത്തിലെ ഏറ്റവും അറിയപ്പെട്ട ഡോക്ടറാണ് ഞാനാ അവളെ നോക്കുന്നത്, അവിടെ രക്ഷപ്പെടില്ല. ക്യാൻസറിന്റെ എല്ലാ മേഖലയും പഠിച്ച ഒരാളാണ് ഞാൻ, ഇരുത്തം വന്ന ഒരാളാണ് ഞാൻ, അതുകൊണ്ട് അവൾ മരിച്ചു പോകും. അപ്പൊ ഈ ചെറുപ്പക്കാരൻ, മുജാഹിദായ ഈ ചെറുപ്പക്കാരൻ, സെലഫിയായ ഈ ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഡോക്ടറെ, മരിച്ചു പോകും എന്ന് പറയാനല്ല നിങ്ങൾ ഡോക്ടറായത്, ജീവിക്കും എന്ന പ്രതീക്ഷ നൽകാനാണ്. ജീവിതവും മരണവും പടച്ചോൻ തരുന്നതാണ്. എന്നിട്ട് അവൻ പറഞ്ഞു, ചികിത്സിച്ചോളൂ, അവിടെ രക്ഷപ്പെടുമോ ഇല്ലേ എന്നത് പടച്ചവന്റെ തീരുമാനമാണ്. എന്ന തത്വത്തിന്മേലാണ്. അങ്ങനെ വിമാനത്തിൽ കയറി ഗദ്ഗദകണ്ഠനായി, ദുഃഖിതനായി, ഖിന്നിതനായി ഈ മഹാപൗരൻ ഈ ഡോക്ടറുടെ ക്യാബിനിലേക്ക് വരികയാണ്. ഫ്ലൈറ്റ് ഇറങ്ങി ഈ ഡോക്ടറുടെ ക്യാബിനിലേക്ക് വരിക. ക്യാബിനിൽ വന്ന് ഡോക്ടറെ കണ്ടു. ഞാനാണ് ആ ചെറുപ്പക്കാരൻ, നിങ്ങൾ ഫോൺ ചെയ്ത, നിങ്ങൾ പറഞ്ഞ ആ 4 സ്റ്റേജും കഴിഞ്ഞ രോഗിയുടെ ഭർത്താവാണ് ഞാൻ. അപ്പൊ ആ ഹൈന്ദവനായ ഡോക്ടർ പറഞ്ഞു, മോനെ, ആശ്ചര്യമാണ് നീ എനിക്ക്, അത്ഭുതമാണ് നീ എനിക്ക്, നീ എന്ന വ്യക്തി എനിക്ക് അത്ഭുതമാണ്. ആ സമയത്ത് ഈ ചെറുപ്പക്കാരൻ പറയുന്ന ഒരു വാക്കുണ്ട്, സമയത്തിന്റെ കുറവ് കൊണ്ടാണ് ചുരുക്കി പറയുന്നത്. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞത്, ഡോക്ടറെ, ഞാനൊരു മുസ്ലിമാണ്, സർവോപരി ഏകദൈവ വിശ്വാസിയാണ്. എന്റെ ഭാര്യ 2 മാസങ്ങൾക്ക് മുമ്പ് അവളുടെ ഉപ്പ ഏറെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ എന്റെ വലത്തെ കയ്യിൽ അവളെ ഏൽപ്പിച്ചതിനെ ഇസ്ലാമിൽ പറയാ ഒരു മീസാക്കൻ വലിയ എന്ന്, സുദൃഢമായ കരാറ് എന്നാണ് പറയുക. എന്താണ് സുദൃഢമായ കരാറ്? അവൾക്ക് രോഗം വന്നത് അവളുടെ കുറ്റം കൊണ്ടല്ല, അവൾക്ക് രോഗമാണെന്ന് അവളുടെ മാതാപിതാക്കൾക്കറിയില്ല, അവൾക്കറിയില്ല, എനിക്കറിയില്ല. അവൾ എന്ന ഭാരത്തെ എന്റെ ചുമലിൽ അവരാരും കെട്ടിവെച്ചതല്ല. നാളെ അതെനിക്കായിരുന്നെങ്കിലോ? അതുകൊണ്ട് ഡോക്ടറെ, അവൾ എന്റെ ഭാര്യയാണ്, എന്റെ ഭാര്യയായ അവൾ മരിക്കട്ടെ, അവൾ ജീവിക്കട്ടെ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്റെ റബ്ബ് എനിക്ക് വിധിച്ച എന്റെ ആത്മാവിന്റെ പാതി. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 187-ാമത്തെ വചനത്തിൽ അതിന്റെ മഹത്വത്തെ, അതിന്റെ മേന്മയെ എന്റെ നെഞ്ചിന്റെ കഴിവിന്റെ പുറത്തേക്ക് എനിക്ക് വിവരിക്കാനാവില്ല. വസ്ത്രം പോലെയാണ്. നോക്കൂ, ഞാൻ ഇട്ടിരിക്കുന്ന ഈ വസ്ത്രം എന്റെ സ്കിന്നിനോട് ഇപ്പോൾ ഏറ്റവും ചേർന്ന് നിൽക്കുന്നു. സമ്മതിച്ചോ നിങ്ങൾ? അല്ല പറഞ്ഞ വാക്കാണ്, നീ അവൾക്ക് വസ്ത്രമാണ്, അവൾ നിനക്കും വസ്ത്രമാണ്. എന്തിനാ വസ്ത്രം? ഒന്ന് സൗന്ദര്യത്തെ ഉദ്ദീപിപ്പിക്കാനാണ്, വർദ്ധിപ്പിക്കാനാണ്. ഒരു ഡ്രസ് സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കും. ഭർത്താവിന്റെ ആന്തരിക ബാഹ്യ സൗന്ദര്യങ്ങളെ വർദ്ധിപ്പിക്കുന്ന, അവന്റെ മേന്മയെ, അവന്റെ അഭിമാനത്തെ സംരക്ഷിക്കുന്നവളാണ് പെണ്ണ്. മാത്രവുമല്ല, മൂന്നാമത്തേത്, ഈ ഡ്രസ് എത്ര ചേർന്ന് നിൽക്കുന്നുവോ അതുപോലെ ചേർന്ന് നിൽക്കുന്നവളാണ് ഭാര്യ. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ നിങ്ങൾ, എത്ര വലിയ ഗംഭീരമായ ഒരാശയത്തെയാണ് ആ വാചകം പറയുന്നത്. ഷർട്ടിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്, നമ്മുടെ ശരീരത്തിലെ ന്യൂനത മറച്ചു വെക്കുക എന്നാണ്. കറുത്ത പാടോ, ആർക്കും കാണാൻ പറ്റാത്ത മുറിവോ ഒക്കെ മറച്ചു വെക്കുക. ഭാര്യയുടെ ന്യൂനത മറച്ചു വെക്കുന്ന വസ്ത്രമാണ് ഭർത്താവ്.
ഭർത്താവിന്റെ ന്യൂനത മറച്ചു വെക്കുന്ന വസ്ത്രമാണ് ഭാര്യ. അതെ, ഭർത്താവിന്റെ മുമ്പിൽ ചിരിക്കുന്നു, ഭാര്യയുടെ മുമ്പിൽ ചിരിക്കുന്നു, അവരെ ചതിക്കുന്നു എന്നതല്ല ഈ ഖുർആനിക വചനം നമ്മെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും ഒരു പെണ്ണിനെ ദാമ്പത്യ ജീവിതത്തിലേക്ക് നിങ്ങൾ സ്വീകരിക്കുന്നത് 4 കാരണങ്ങളെ മുൻനിർത്തിയാൽ. വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിന്റെ വ്യാഖ്യാനം, പ്രവാചക തിരുമേനിയുടെ വചനം 16-ാം അധ്യായം 46-ാമത്തെ വചനമാണ്. ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. പ്രവാചകൻ പറഞ്ഞു, തുൽഖഉൽ മർഅതു ലിഅർബഇൻ ലിമാലിഹാ വലിജമാലിഹാ വലിയസ്ബിഹാ വലിദീനിഹാ ഫൽഫർ ബിദാത്തിദ്ദീൻ. ഈ ഹദീസ് കേൾക്കാത്തവരില്ല. എന്നാൽ ഈ ഹദീസിന്റെ ഗൗരവം എത്ര പേർ ഓർത്തിട്ടുണ്ട്? ഒരു പെണ്ണ് വിവാഹിതയാകുന്നത് സൗന്ദര്യത്തെ മുൻനിർത്തിയാണെന്ന് തിരുദൂതർ. അങ്ങനെ വരാം 2 തറവാടിത്തം, 3 സമ്പന്നത, 4 മതം. എന്നിട്ട് തിരുദൂതർ, കാരുണ്യത്തിന്റെ തിരുദൂതർ നമ്മളെ പഠിപ്പിച്ചു, നിന്റെ കൈ മണ്ണിൽ പുരണ്ടാലും മതമുള്ളവളെ കല്യാണം കഴിച്ചു. സ്വാഭാവികമായും ഒരു ചോദ്യം, ഈ സമ്മേളനം വൈജ്ഞാനികമായതുകൊണ്ട്, വൈജ്ഞാനികമായ നിലവാരത്തിൽ നിന്നുകൊണ്ട് ഒരു ചോദ്യം, എന്താണ് മതം? ദീനുള്ള പെണ്ണിനെ എന്ന് റസൂല് പറയുമ്പോൾ ആ ദീൻ എന്താണ്? അത്ര പ്രിയങ്കരമാകും എന്റെ അടുത്ത വാചകം എന്ന് എനിക്ക് അഭിപ്രായമില്ല. എങ്ങനെ, എത്ര പ്രിയങ്കരമായി തീരുമെന്ന് ഞാൻ പറയുന്ന കാര്യം എനിക്കറിയില്ല. പക്ഷേ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ ഹഖ തിലാവത്ത് നടത്തിയപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് ദീൻ? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ബയ്യിനയിലെ 5-ാമത്തെ വചനത്തിൽ ഒരു ആയത്ത് പറയുന്നു, വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാ വയുഖീമുസ്സലാഹ വയുതുൽ സക്കാ വദാലിക ദീനുൽ ഖയ്യിം. എന്താ നേരത്തെ പറഞ്ഞത്? മതനിഷ്ഠയുള്ള പെണ്ണിനെ കല്യാണം കഴിക്കണം. അപ്പൊ എന്താ വദാലിക ദീനുൽ ഖയ്യിം? എന്താ ദീന്? പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം നടത്തുന്ന ഒരു പെണ്ണിനെയല്ലാതെ നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല. അള്ളാഹ് പറഞ്ഞതാ. മുജാഹിദ് ബാദ്ശാഹി മൊയ്തീൻ ശൈഖിനെ മുദബ്ബിറുൽ കാണുന്ന ഒരാളെ നിങ്ങൾ ഇണയാക്കരുത് എന്ന് ലോക ഗുരു അള്ളാഹുവിന്റെ ഗ്രന്ഥവും. സംശയമുണ്ടോ? സംശയം. വമാ ഉമീറു, ഞാൻ കൽപ്പിച്ചിട്ടില്ല. എന്ത് ഇല്ലാ ലിയഅബ്ദുല്ലാഹ്, അല്ലാഹനെ മുഖ്ലിസിനെ കീഴ്വണക്കം അള്ളാഹുവിനായി കാപട്യലേശമന്യേ റബ്ബിനെ ഇബാദത്ത് ചെയ്യാനാണ് നാം അവരോട് കൽപ്പിച്ചിട്ടുള്ളത്. എന്താണ് ഇബാദത്ത്? അദ്ദുആ വൽ ഇബാദ. അദ്ദുആ വൽ ഇബാദ, പ്രാർത്ഥന, അത് തന്നെയാണ് ആരാധന. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദ. 40-ാം അധ്യായം 60-ാമത്തെ വചന. ഖുൽ ഇന്നമാ ദു റബ്ബി വലാ ഉശ്രിക് ബിഹി അഹദ. പറയൂ പ്രവാചക, ഞാൻ എന്റെ റബ്ബിനോടല്ലാതെ ദുആ ചെയ്യുകയില്ല. അപ്പൊ എന്താ ഇബാദത്ത്? ദുആ ആണ് ഇബാദത്ത്. അല്ലാഹനെ മാത്രം ദുആ ചെയ്യും എന്നുറച്ചു തീരുമാനിക്കുന്ന ഒരു പെണ്ണിനെയാണ് നമ്മുടെ ആൺകുട്ടിക്ക് ഇണയാക്കേണ്ടത് എന്ന് അല്ലാഹു 18-ാം അധ്യായം സൂറത്ത് കഹ്ഫ് വെറുതെ വായിപ്പിച്ചല്ല. അതിലും അല്ലാഹ് പറയുന്നുണ്ട്, അല്ലാഹനെ മാത്രം വിളിക്കുന്ന പുരുഷനെ നീ കല്യാണം കഴിച്ചു. അങ്ങനെ പറയുന്നുണ്ട് ഖുർആൻ. അങ്ങനെ പറയുന്നുണ്ട് ഖുർആൻ. അതാണ് ഹഖ തിലാവത്ത്. അത് നടത്താത്തവർക്ക് വൈജ്ഞാനിക സമ്മേളനത്തിന്റെ ആത്മാവ് ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്താ ആ ഖുർആൻ പറയുന്നത്? നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തും ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അടുത്ത വാചകം എന്താ? വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമു ഫഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദുആ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതതാ. അസ്ഹാബുൽ കഹ്ഫിന്റെ പ്രത്യേകത എന്തായിരുന്നു? 14 ലോകങ്ങളെയും സൃഷ്ടിച്ച റബ്ബിനോടല്ലാതെ ഞങ്ങൾ ദുആ ചെയ്യില്ല. അല്ലല്ലാതെ മലക്കിനോട് ദുആ ചെയ്താൽ, ആയത്തിലാട്ടുള്ളത് മുജാഹിദിന്റെ വകയല്ല, അവര് പ്രഖ്യാപിക്കാൻ, ഞങ്ങൾ മലക്കുകളെ വിളിച്ചു ദുആ ചെയ്താൽ, ഞങ്ങൾ ജിന്നുകളെ വിളിച്ചു ദുആ ചെയ്താൽ, ഞങ്ങൾ ഔലിയാക്കളെ വിളിച്ചു ദുആ ചെയ്താൽ അന്യായമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ആ അന്യായം ഞങ്ങൾ ചെയ്യില്ല. അപ്പൊ ഫൽഫർ ബിദാത്തിദ്ദീന്റെ അർത്ഥം എന്താ? അല്ലല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരൊറ്റ കുട്ടിനെയും ജീവിത പങ്കാളിയാക്കരുത്. ഞാൻ പച്ചക്ക് പറയില്ല, നിങ്ങൾ മനസ്സിലാക്കുക ആരെയാ ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം. ലോക ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയ ഇബ്നു ഖൽദൂന്റെ മുഖദ്ദിമയിൽ ഒരു വാചകമുണ്ട്. ഇബ്നു ഖൽദൂൻ പറയുന്നുണ്ട്, ആദർശപ്പൊരുത്തുള്ളവരെ കല്യാണം കഴിക്കോ, ഒരു നിരീശ്വരവാദിനെ കല്യാണം കഴിച്ചാൽ മതി. അതാണ് അതിന്റെ അർത്ഥം. ഒരു ഹദീസ് നിഷേധി വേറൊരു ഹദീസ് നിഷേധിനെ കല്യാണം കഴിച്ചാൽ മതി. സത്യമായിട്ടും ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരനെ കല്യാണം കഴിച്ചാൽ മതി. ഒരു മുജാഹിദിനെ കല്യാണം കഴിച്ചാൽ മതി. ഞാൻ പറഞ്ഞതിന് അർത്ഥം എന്താ അറിയോ?
ഞാൻ പറഞ്ഞ അതായത് എന്തിനാ ദാമ്പത്യം? ഭാര്യയും ഭർത്താവ് ആദർശം പറഞ്ഞ് തല്ലി മരിക്കാനാ? അല്ല 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 ഒരേ ആദർശം ഉണ്ടാവുമ്പോൾ ജീവിതത്തിന് ഒരു സുഖം ഉണ്ടാവും. അവളിലേക്ക് സമാധാനം അടയണമെങ്കിൽ തന്റെ മനസ്സിന്റെ ആദർശം ഉൾക്കൊള്ളുന്ന ഒരു പെണ്ണാവണത്. പള്ളിയിൽ പോണോള് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ പള്ളിയിൽ പോകുമ്പോൾ വിളിക്കുമ്പോൾ അങ്ങോട്ട് പോണ്, അതേ ഓള് ടൂർ പോകുന്നുണ്ട്, സിനിമക്ക് ഉണ്ട്, ഷോപ്പിംഗ് മാളിൽ പോകുന്നുണ്ട്, ഫോണിലെ എല്ലാ ഗ്രൂപ്പിലും ബന്ധപ്പെടുന്നുണ്ട്. അവിടെ ഒരു പുരുഷനോ കന്യല്ല. പള്ളിയിൽ പോകുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ, പൊരുത്തണ്ടാവൂല ജീവിതത്തിന്. അതുകൊണ്ട് വളരെ കൃത്യം ഭദ്രമായ ഒരു കുടുംബം ഉണ്ടാകണോ ആഗ്രഹിക്കുന്നുണ്ടോ? എല്ലാരും ഇത് കേൾക്കുന്ന ഏത് മനുഷ്യനും ഭദ്രമായ ഒരു കുടുംബം. ഞാൻ ഒന്നുകൂടി പറയണ്ടേ, CM മടവൂർ മുദബിർലാല എന്ന് വിശ്വസിക്കുന്ന ഒരു പുരുഷനും CM മടവൂർ മുദബിർലാല എന്ന് വിശ്വസിക്കുന്ന ഒരു പെണ്ണും കെട്ടിയാൽ മതി. ഓൽക്ക് പ്രശ്നം ഉണ്ടാവില്ല. അടിസ്ഥാന പ്രശ്നം തീർന്നു. ആഖിറത്തിൽ രക്ഷപ്പെടില്ലേ എന്നുള്ളത് വേറെ വിഷയം. ദുനിയാവിൽ പ്രശ്നം ഉണ്ടാവില്ല. ആദർശം രണ്ട് തട്ടിലാണോ അല്ലെ? എല്ലാ വീട്ടിലും എന്താ പ്രശ്നം? മോള് യുക്തിവാദിയാണ്, പർദ്ദരിക്കൊക്കെ ഇഷ്ടമല്ല, ആദർശം മാൻ്റെത് വളർന്നു വന്നാ അല്ല. ദാമ്പത്യ ജീവിതത്തിന്റെ നല്ല കുടുംബ ജീവിതത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം എന്താ? നൂഹ് നബി അലൈഹിസ്സലാം വല്ലറബല്ലാഹു മസലൽ ലില്ലദീന കഫറു ഇംറഅത നൂഹ് വഇംറഅത ലൂത്ത് കാനതാ തഹത അബ്ദൈൻ മിൻ ഇബാദിനാ സാലിഹീൻ ഫഖാനതാഹുമാ ഫലം യുഗ്നിയാ അൻഹുമാ മിൻ അല്ലാഹി ശൈഅ വഖീല ദുഖുലൻ നാറ മാ ദാഖിലീൻ. 950 വർഷം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉലുൽ അസ്മിന്റെ ഒന്നാമത്തെ പ്രവാചകൻ, ആ പ്രവാചകന്റെ ഭാര്യ, ആ ഭാര്യ അദ്ദേഹത്തിന്റെ ശത്രു, വഞ്ചിച്ചവൾ, നരകാവകാശി. ആ പ്രവാചകന്റെ മകൻ, ആ ബാപ്പാക്കെതിരെ സമാധാനം ഉണ്ടോ? യൂസുഫ് നബീനെ ഓർത്ത് കരയുന്ന നല്ലൊരു ബാപ്പാന്റെ കണ്ണീരും മകൻ കാഫിറായി പോയതിന്റെ പേരിൽ വേദനിക്കുന്ന നൂഹും അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലെ നമുക്കുള്ള മാതൃകയാണ്. സ്വന്തം മകനെ ഓർത്ത് കരഞ്ഞ് സ്നേഹം കൊണ്ട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട മകന്റെ കണ്ണടിച്ചു പൊട്ടിച്ചതല്ല, മകന് വേണ്ടി കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തിയ ആ മഹാനുഭാവന്റെ കഥ പറയുന്ന 12-ാം അധ്യായം സൂറത്ത് യൂനുസിന്റെ വാചകങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. അത്ഭുതകരമായ ഖുർആനിക ഘടന അല്ലെങ്കിൽ കുടുംബ സംവിധാനത്തിന്റെ ഘടന കോർത്തിണക്കിക്കൊണ്ട് റഹ്മാനായ റബ്ബ് പറഞ്ഞിട്ടുള്ള വാചകം. സൂറത്തുൻ നൂറിലെ 32-ാമത്തെ വചനം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു വ്യാഖ്യാനിച്ചെന്നറിയോ? ആയത്തിന്റെ അർത്ഥം ഞാൻ ആദ്യം പറയാം. ഇതാ സ്വാലിഹായ അടിമേനായാലും അല്ലാതായാലും നല്ല പെണ്ണിനെ, നല്ല പുരുഷനെ പരസ്പരങ്ങൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കി. ബാപ്പാക്കൈന്റെ ചുമതലയുണ്ട്, ഉപ്പാക്കൈന്റെ ചുമതലയുണ്ട്. രാഷ്ട്ര ഭരണകൂടങ്ങൾക്ക്, ഭരണാധികാരികൾക്ക് ആ വലിയന്റെ സ്ഥാനമുണ്ട്, മാമന്മാർക്കുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തു. ആ ആളുകളോട് പറയാണ്, വിവാഹപ്രായത്തിൽ നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം എന്നിട്ട് പറഞ്ഞ എന്താ? സ്വാലിഹ. എന്നിട്ട് അള്ളാഹ് പറയാണ്, നിങ്ങൾ നല്ല പെൺകുട്ടിനെ നോക്കുമ്പോ ചിലപ്പോ അത് ദരിദ്ര കുടുംബത്തിലായിരിക്കും. വല്ലാത്തൊരു തത്വ പറഞ്ഞു. ഇനി അവർ ദരിദ്രരാണോ, നിങ്ങളെ മരുവൻ ദരിദ്രനാണോ, അവനെ സമ്പന്നനാക്കും. വല്ലാഹി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ വിവാഹം കഴിക്കുമ്പോ എന്റെ കയ്യിൽ സ്വന്തമായി ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആ വാചകം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു മനസ്സിലാക്കി. എങ്ങനെ അറിയോ? ഖലീഫ ഉമറിന്റെ പറഞ്ഞൊരു വാചകമാണ്. ആയത്തിനെ ബേസ് ചെയ്ത് പറഞ്ഞ് എല്ലാരും ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കാം. എന്നാ ഇസ്ലാം അങ്ങനല്ല, കല്യാണം കഴിച്ചാലേ നിനക്ക് ജോലി കിട്ടൂന്ന് അള്ളാഹ് പറയുന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു പറഞ്ഞ എന്താ കാരണം? അള്ളാഹ് വെച്ച കണ്ടീഷൻ എന്താ? ഓൻ ദരിദ്രനാണോ, കല്യാണത്തോടു കൂടെ അവനെ സമ്പന്നനാക്കും. കാരണം സൂക്ഷിച്ചത് വിവാഹരംഗത്തിലെ പരിശുദ്ധതയാണ്. അതുകൊണ്ട് അവന് സമ്പത്ത് നൽകാൻ അള്ളാഹ് ബാധ്യസ്ഥനാണ്. അപ്പൊ നമ്മൾ കുട്ടികളോട് പറയേണ്ടതല്ലോ, എടാ ഈ ഒരു കല്യാണം കഴിച്ചാൽ എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടും, അങ്ങനെ പഠിപ്പിക്കാൻ. അതാ ഖുർആന്റെ വൈജ്ഞാനിക സമ്മേളനത്തിൽ പറയപ്പെടേണ്ടതും പഠിപ്പിക്കപ്പെടേണ്ടതും അനുധാവനം ചെയ്യപ്പെടേണ്ടതും ഈ ഒരു ആശയത്തെയാണ്. അള്ളാഹുവില്ല അള്ളാഹ് നിങ്ങൾ സൂക്ഷിച്ചാൽ അള്ളാഹ് ഒരു വഴി കാണിച്ചു തരും. കല്യാണം കഴിച്ചു, സമ്പത്തൊക്കെ ആകാന്ന് വിചാരിച്ചാൽ സ്വാഭാവികമായി എന്താണ്? ഒരു സംഗതി നടക്കുമ്പോ ഒരു സംഗതി നടക്കും. ബാപ്പ രോഗിയായാലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നടക്കും, അല്ലേ? അതുപോലെ ഒരു പെണ്ണ് ജീവിതത്തിലേക്ക് വരുമ്പോഴേ ഓക്ക് വേണ്ടി സമ്പാദിക്കാനുള്ള ടെൻഡൻസി മനുഷ്യനുണ്ടാവും. അതുകൊണ്ട് തന്നെ സൂക്ഷ്മത പുലർത്താൻ വിവാഹപ്രായത്തിയാൽ അല്ലയോ യുവാക്കളുടെ സമൂഹമേ, കണ്ണിനെ നിയന്ത്രിക്കാൻ, മുഖ്യാവയവങ്ങളെ നിയന്ത്രിക്കാൻ,
നിങ്ങൾ വിവാഹം കഴിച്ചോളൂ എന്ന്. ബ്രഹ്മചര്യം ഇസ്ലാം വിലക്കി. ഖുർആന്റെ 50-ാം അധ്യായം 21-ാമത്തെ വചനത്തിൽ ബ്രഹ്മചര്യത്തെ അതിശക്തമായി ഖുർആൻ എതിർത്തു. പല ആളുകളും വിവാഹം കഴിക്കില്ല എന്ന് തീരുമാനിച്ചപ്പോ അതിന്റെ ചര്യയിൽപ്പെട്ടതല്ല എന്ന് പറഞ്ഞു. സ്വാമി വിവേകാനന്ദൻ കല്യാണം ആവശ്യമില്ല എന്ന് വിശ്വസിച്ച ആളാ. അങ്ങനെ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും വിചാരിച്ചിരുന്നെങ്കിൽ സ്വാമി വിവേകാനന്ദൻ ഉണ്ടാകുമായിരുന്നില്ല. ദൈവത്തിന്റെ മണവാട്ടികളാകാൻ, കന്യകകളാകാൻ ആഗ്രഹിച്ചവരുടെ അച്ഛനമ്മമാർ അത് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അവരുണ്ടാകുമായിരുന്നില്ല. ആദിലയും നൂറയും കല്യാണം കഴിച്ച പോലെ ഗാന്ധിജിയുടെ അമ്മയും നെഹ്റുവിന്റെ അമ്മയും കല്യാണം കഴിച്ചാൽ നെഹ്റു ഉണ്ടാവില്ല, ഗാന്ധിജി ഉണ്ടാവില്ല. മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ ബാപ്പയും അബുൽ കലാം ആസാദിന്റെ ബാപ്പയും കല്യാണം കഴിച്ചാൽ ഈ രണ്ട് പൗരന്മാരും ഉണ്ടാകില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ ഉണ്ടാവില്ല, ലോകമുണ്ടാവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ വീട്ടിന്റെ മുറ്റത്തിരുന്ന് മാവില് നോക്കി ഒരു കന്യക പറയാണ്, ഓ ഇപ്രാവശ്യം മാവ് പൂത്തില്ലല്ലോ. ഓള് പൂത്തില്ല, ഓള് കായ്ച്ചില്ല, അതിനൊക്കെ കംപ്ലൈന്റ് ഇല്ല. ഓക്ക് ദൈവം ഗർഭപാത്രം കൊടുത്തു, ഓള് ഗർഭിണിയാകുന്നില്ല, ഓൾക്ക് പാല് നുകരാൻ, സന്നം നുകരാൻ സ്ഥലം നൽകി, ഓളത് ഉപയോഗിക്കുന്നില്ല, എന്നിട്ട് മാവില് മാങ്ങണ്ടായില്ല എന്ന് കംപ്ലൈന്റ്. ആലോചിച്ചു നോക്കണം. അതുകൊണ്ട് ഇസ്ലാം വിവാഹത്തെ വളരെ ഗംഭീരമായി പ്രോത്സാഹിപ്പിച്ചു. ഒരു പ്രവാചകൻ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം കല്യാണം കഴിക്കുകയും ഭാര്യമാരുണ്ടാവുകയും കുട്ടികൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. പ്രവാചകന്മാരുടെ ചര്യ അതാണ്. അതിൽ എനിക്കേറെ അട്രാക്ഷൻ തോന്നിയത് മൂസ അലൈഹിസ്സലാമിന്റെ വിവാഹമാണ്. പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ടാണ്. 28-ാം അധ്യായം സൂറത്ത് ഖസസിന്റെ 27-ൽ മഹാനായ ശുഐബ് അലൈഹിസ്സലാം മൂസാ നബിയോട് പറയുന്ന ഒരു വാക്കുണ്ട്, ആധുനിക മുജാഹിദുകൾ പോലും ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മഹാനായ കലീമുല്ലാഹി മൂസയോട് വയോവൃദ്ധനായ ഒരു നബി പറയാണ്, എനിക്ക് 2 പെൺകുട്ടികളുണ്ട്, അതിലൊരാളെ ഞാൻ നിനക്ക് കല്യാണം കഴിച്ചു തരും, പക്ഷെ കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? 8 കൊല്ലം സ്വമേധയാ 10 കൊല്ലം നീ എന്റെ ആടിനെ മേക്കൽ കരാറാക്കണം, നീ എനിക്ക് കൂലിവേല ചെയ്യൽ കരാറാക്കണം. എങ്ങനെ 8 കൊല്ലം അല്ലെങ്കിൽ 10 വർഷം നീ കരാറാക്കണം. എന്നിട്ട് പറയാണ് നിന്നെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഇവിടെ ഇരിക്കുന്നതോട് ചോട്ടെ, എന്റെ മോളെ കെട്ടണമെങ്കിൽ നമ്മൾ നാട്ടിൽ വേറൊരുത്തനോട് പോകേണ്ട മോനോട് പറയാണ്, ഇന്റെ പാടത്ത് 8 കൊല്ലം വിത്ത് പതക്കണം, പോയി പണിയൊക്കെ ആക്കാറിയില്ലേ? പെണ്ണിന്റെ സ്ഥാനാണത്. ഓർക്ക് പെണ്ണിന്റെ സ്ഥാനം. 10 കൊല്ലം ആടിനെ മേച്ചാൽ മാത്രമേ എനിക്കൊരു പെണ്ണിനെ സ്വന്താക്കാൻ പറ്റൂ എന്ന് പറയുമ്പോ ആ പെണ്ണിന്റെ മേന്മ എത്രയാ? ആ പെണ്ണിന്റെ സ്റ്റാൻഡേർഡ് എത്രയാ? ആ പെണ്ണിന്റെ പ്രത്യേകത എന്താ? ഞാൻ ഇവിടെ ഇരിക്കുമ്പോ ഒരു കാര്യം കൂടെ പറയണേ. മഹറുമായി ബന്ധപ്പെട്ട് ഉമ്മു സുലൈമിന്റെ മഹർ നമ്മുടെ പെൺകുട്ടികൾ ശരിക്കും പഠിക്കേണ്ടതാ. ഉമ്മു സുലൈം അബൂ തല്ലത്തിൽ അൻസാരിയോട് മഹർ ചോദിച്ചാൽ എന്താ അറിയോ? അദ്ദേഹത്തിന്റെ ഇസ്ലാം ആശ്ലേഷണം. നിങ്ങൾ ചിന്തിക്കണം. ഉമ്മു സുലൈമിന്റെ അടുത്ത് വന്നിട്ട് അബൂ തല്ലത്തിൽ അൻസാരി ചോദിച്ചു, നിന്നെ നിക്കാഹ് കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അവര് വേണ്ട, എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ചോദിക്കുകയാണ്, നിനക്ക് കൂടുതൽ മഹർ കിട്ടും എന്ന് പറഞ്ഞു, കൂടുതൽ മഹർ തരാന്ന് പറഞ്ഞു. വേറെ ഏതെങ്കിലും ആണ് മഹർ? അപ്പോഴും പറയണെന്താ? സ്ത്രീധനം തരുന്നതിനെ കുറിച്ചല്ല, ജാഹിലിയത്ത് പോലും മഹർ കൊടുക്കുന്നതിനെ കുറിച്ചാ ചർച്ച. 4-ാമത്തെ വചനം. പുരുഷൻ സ്ത്രീക്ക് വിവാഹ സമയത്ത് കൊടുക്കുന്ന വിവാഹ മൂല്യം എങ്ങനെ? മനസ്സംതൃപ്തിയോടെ, ഭയങ്കര സംതൃപ്തമായ രൂപത്തിൽ അവൾക്ക് കൊടുക്കുന്നത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് മൂസ അലൈഹിസ്സലാം 8 കൊല്ലം പൂർത്തിയായി. മൂസാ നബി പറയുന്നുണ്ട്, ഇനി അഥവാ 10 കൊല്ലം എന്നുള്ളതിൽ 2 കൊല്ലം കുറഞ്ഞു പോയാൽ എന്റെ പേരിൽ നിങ്ങൾ ആക്ഷേപമൊന്നും ഉണ്ടാക്കരുത്. വല്ലാത്തൊരു സംഭവം അല്ലേ? സഫൂരിയെ കല്യാണം കഴിക്കുന്ന അങ്ങനെയാ. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അവിടെയുണ്ട് പാഠം. നിങ്ങൾ ആലോചിച്ചു നോക്കണം. ഞാൻ ഇവിടുത്തെ പെൺകുട്ടിയോട് പറയാ, ഉമ്മു സുലൈമിനോട് പറഞ്ഞപ്പോ അതൊന്നല്ല, നിങ്ങൾ ബുദ്ധി ഇല്ലാത്ത മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എനിക്ക് ബുദ്ധി ഇല്ലാന്നോ? മക്കയിലെ അൻസാറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ള ഒരാളാണ് ഞാൻ.